നോക്കി നിൽക്കാതെ പിടിക്കാൻ വേണ്ടി അല്ല പിന്നെ നരി വരില്ലെന്ന് എനിക്കറിയാം. എന്നാലും അപ്പൂനെയും കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഇറങ്ങുമ്പോ കുറുപ്പേട്ടെങ്കിലും സ്റ്റേഷൻ വരെ വരുമെന്ന് വിചാരിച്ചു. അതെങ്ങനാ കുഞ്ഞെ? ഇന്നലെ മുതൽ സാറിന്റെ പുറകെ നടന്ന് ചോദിക്കുക ഞാൻ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നിൽക്കട്ടെ എന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞാണ് കുറുപ്പേ എന്റെ അച്ഛൻ ചെറുക്കനെയും പിക്കപ്പ് ചെയ്യാനുള്ള അല്ല സർക്കാർ വണ്ടി, അവര് വല്ല ടാക്സി പിടിച്ചു വന്നോളൂന്ന് അല്ലേ? അപ്പോ സത്യം വന്നാട്ടെ മിടുക്കന് വരൂ. ഇതിപ്പോ കഴിഞ്ഞ തവണ നിങ്ങൾ സ്ഥലം മാറി പോയ പിന്നെ ഒരിക്കലും വേറെ താമസിച്ചിട്ടില്ല. തൂക്കാനും വാരാനൊന്നും ആളില്ലാതെ സർക്കാർ കോട്ടേഴ്സ് ഒന്നും ഇപ്പൊ SI മാർക്ക് പോലും വേണ്ട. അത്തേക്ക് വെച്ചോളൂ വീട്ടിൽ നിന്നാ. എന്നിട്ട് എങ്ങനെയുണ്ട് കുറുപ്പേട്ടന്റെ സാറ് വന്ന് ജോയിൻ ചെയ്തിട്ട്? സാറ് കേൾക്കുകയല്ല, എന്നാലും പറഞ്ഞു കൊടുക്കണം. പുള്ളിക്കാരൻ ഒരാൾ വിചാരിച്ചാലൊന്നും ഈ ലോകം നന്നാവാൻ പോണില്ല. വന്നിറങ്ങി 2 ദിവസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട്. തേ പുലി പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട്. ഹലോ, എങ്ങനെ 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 ഏത് ചെക്ക് പോസ്റ്റില് എത്ര ലോഡ്? നമുക്ക് പിടിക്കാന്ന് അല്ലല്ലേ? കുടിച്ചാൽ ആള് തട്ടി പോകുന്ന കേസൊന്നുമല്ലല്ലേ? അല്ല അങ്ങനെ റേറ്റ് കൂടും അതാ. അയ്യോ, നീ ചാടിക്കറി കാശൊന്നും ഫിക്സ് ചെയ്യലല്ലേ? നമുക്കിത് പേശാം, നമുക്ക് ബാർഗെയിൻ ചെയ്യാം. എന്റെ പൊന്ന് സാറേ, ഐസിനകത്ത മീനാണ്. ചെയ്യുന്നതിന് വെക്കം വിട്ടേക്കണം സാറേ. എന്നാ പിന്നെ വണ്ടി സ്റ്റേഷനിലോട്ടാണ് അറി. ഞങ്ങൾ സർക്കാർ ഒരു AC ഒഴുതി തരാം നിന്റെ ഉണക്കം വെട്ടിയുടെ മൂട്ടിലോട്ട്. അല്ലേ മോളാ ബുക്കും പേപ്പറൊക്കെ ഉണ്ട് സാറേ. വണ്ടി നിന്റെ തല എവിടാ? തല എവിടാന്ന് ചോദിച്ചപ്പോ തല എവിടാണ് ഹെൽമെറ്റ് ഉണ്ടാക്കുന്നത്? എന്റെ പൊന്ന് സാറേ. ഹെൽമെറ്റ് നോട്ട് യൂസിംഗ് ആൻഡ് ഇല്ലെജിബിൾ നമ്പർ പ്ലേറ്റ്. ഒരു 500 കൂടെ. അയ്യോ, ഞങ്ങള് പോലീസുകാരിങ്ങനെ ഒരുപോലെ നിക്കുമ്പോ കൊട്ടേഷൻ ജോബ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കെ. പിന്നെ വണ്ടി പിടിക്കാനാ നല്ല ബെസ്റ്റ് പിള്ളേരെ ചെയ്തു. ആ ചേച്ചി വൈകിട്ട് തന്നെ വിളിക്കും. എന്താണ് എന്താണത്? പൈസ പൈസ ചേത്തപ്പനടുത്ത് മാറ്റാ. ആ നേരെ ഒരു 100 എഴുതിട്ട് ബുക്കും പേപ്പറും കൊടുത്തേ. പോടാ 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 പോടാന്നറി. അതെ, ചായ കാശ് കൊടുത്ത് പോയിക്കോ. ഫോൺ നമ്പർ വാങ്ങിച്ചോ. ആ എങ്ങനെയാടി? റെഡ് ലേബലിന്റെ പട്ടി കുടിക്കും, നീ ബ്ലൂ ലേബിൾ കയറാൻ പറഞ്ഞു. ഞാൻ തനിക്ക് ദൂരം വിട്ടുന്നോ? ഒന്ന് തീർപ്പാക്കി വിട്ടേക്കണേ സാറേ. എനിക്ക് കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളപ്പുറത്തിൽ എത്തിക്കാനുള്ളതാ. ശാന്ത, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കൃത്യസമയത്ത് അങ്ങോട്ട് എത്തിയില്ലടാ, വെറ്റയുടെ തല പൊട്ടി തെറിച്ചു പോവോ? ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളാ, ദയവ് ചെയ്ത് മര്യാദയോട് പറയരുത്. അയ്യോ ചവിടല്ലേ സാറേ, കൊടൽ ഓപ്പറേഷൻ കഴിഞ്ഞാളാ. പോലീസിന് മര്യാദ പഠിപ്പിക്കുന്നതാ. എന്താണത്? എവിടാ എവിടാ എവിടെ നിന്റെ ടിക്കറ്റ്? എവിടെ നിന്റെ ടിക്കറ്റ്? സാറേ, ഇന്നലെ രാത്രി ബൈക്കുകാരൻ കൊണ്ട് ഇടിപ്പിച്ചതാ. കട വന്നാൽ ഉടനെ മാറ്റിക്കൊള്ളാൻ സാർ. കട തുറന്ന് മാറ്റിയിട്ട് വണ്ടി എടുത്താ സാറേ. എനിക്ക് കുഞ്ഞുങ്ങളെ പള്ളിക്കൂടത്തിൽ എത്തിക്കാനുള്ള ഒരു 500 നോ ഇൻഡിക്കേറ്റർ ഓവർലോഡ്. സാറേ ചതിക്കല്ലേ, വണ്ടിയുടെ തിരിച്ചെടുക്കാനുള്ള കാശാ. കൈവായ്പ വാങ്ങി പിടിക്കുന്നോടോ? പട്ടി തല്ലുന്നോടാ എന്റെ കാശും പിടിച്ചു കൊടുത്തിട്ട്. വിളിക്കണം ഐജിയെ. എന്റെ പൊന്നു സാറേ,
ഞാൻ നരേ വേണ്ട ചുമ്മാ നാറാൻ നിക്കണ്ട. നായരെ സാർ. പിടിക്കവനെ ഇങ്ങോട്ട്. സാർ പോലീസ് അവസരം കൈവച്ചിട്ട് മൂട്ടോട്ട് വിളിക്കത്തോളാം. നരേ മാറ. സാറേ, കാര്യം എന്തായാലും ഇനി തൊട്ടുപോരുത് ഈ പാവത്തിന്. ഹലോ 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 സാർ 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 ഒറ്റ മിനിറ്റ് സാർ. നരേ മാറൻ. അയ്യോ വേണ്ട സാറേ, വിട്ടേക്ക് സാറേ. സാർ കഷ്ടം. ഇനി ആർക്കെങ്കിലും ഉണ്ടോ കിട്ടാൻ? ഇവൻ പിടിച്ചു പറിച്ചത് തനിക്കുണ്ടോ? ഉണ്ട് സാർ, പക്ഷെ വേണ്ട, കൊണ്ടുപോയി തിന്നട്ട പട്ടി. പോയിക്കോട്ടെ സാറേ, കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാശാ വണ്ടിയിൽ. വലിയ ഉപകാരം. പോയിക്കോട്ടെ. കണ്ടില്ലേ, അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട്. തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട്. നിനക്ക് അതില്ലാതെ പോയി. ഐ പിറ്റി നോട്ട് യു ബട്ട് ദിസ് അറ്റയർ, ദിസ് യൂണിഫോം. പൊതുഖജനാവിന്ന് പണം മുടക്കി സർക്കാർ ഇതിങ്ങനെ ഇസ്ത്രീയിട്ട് സ്തംഭം കുത്തി തരുന്നത് ദാ ഇവരെ പോലെയുള്ള പട്ടിണിപ്പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച നടത്താനല്ല, സംരക്ഷിക്കാൻ. ജനങ്ങളുടെ സ്വത്തും ജീവനും സ്വൈര ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ. അതാണ് പോലീസ്. അതാവണമെടാ പോലീസ്. ഗുഡ് മോർണിംഗ് സർ. ആ, എന്താടാ തീർന്നോ നിന്റെ സസ്പെൻഷനൊക്കെ? സർ പക്ഷേ പോസ്റ്റിംഗ്. ആ സാർ സാർ ഫോൺ. സാർ നരേന്ദ്രൻ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് സാർ. സാർ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. തലവഴി കാണിച്ചിട്ട് വന്ന് ഞെളിഞ്ഞ് നിൽക്കുന്നു. കണ്ടില്ലേ ബ്ലേഡി ഇഡിയറ്റ്. ഗുഡ് മോർണിംഗ് സാർ. എടാ കെട്ടിയെടുത്തിട്ട് മണിക്കൂർ 48 കഴിഞ്ഞില്ലല്ലോടാ കൊച്ചിയിലോട്ട്. എന്നിട്ട് ഇപ്പൊ എന്തായിരുന്നു നിന്റെ കഴം സൂക്കാട് ഇവന്റെ നെഞ്ചത്തോട്ട് പിടച്ചു കയറാൻ, അതും പബ്ലിക് റോഡിലിട്ട്. എടാ ഇങ്ങോട്ട് നോക്കാൻ. ആർ യു നോട്ട് അഷെയിംഡ് യു ഇഡിയറ്റ്? സാർ നിനക്ക് നാണിക്കാൻ അറിയാൻ മേലെന്ന്. സാർ സാറിന് അറിയില്ലേ കാണിക്കാൻ? ഇവനെ പോലെയുള്ള എന്റെ വക്കാലത്തോട്ട് എന്റെ മുമ്പിൽ വരാൻ. ആർ യു നോട്ട് അഷെയിംഡ്? തർക്കുത്തരം പറയുന്നോടാ ഇഡിയറ്റ്. സാർ പ്ലീസ് വേണ്ട സാർ, എനിക്ക് വേണ്ടി സാർ നാണം കിടാൻ നിൽക്കണ്ട. ഈ നാരുടെ കൊമ്പിൽ ആഹാ തൊട്ടുപോലവനെ. സോറി സാർ. അവന്റെ ഒരു സോറി. ജയ് സർ. നിന്റെ ഒരു റിട്ടേൺ കംപ്ലൈന്റ് എനിക്ക് വേണം. സാർ നീ കണ്ടോ? കാണിച്ചു തരാവടാ നിന്റെ സർവീസ് ബുക്കില് ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. മാറങ്ങോട്ട്. സാർ സാർ പെട്ടി ടേക്ക് ഇറ്റ്. സാർ ടേക്ക് ഇറ്റ് ഐ സെറ്റ്. രാവിലെ എഴുന്നള്ളിക്കോളൂ മനുഷ്യന്റെ ബി പി കൂട്ടാൻ. ഘനമുണ്ടോടാ? എടാ നിന്നോടാ ചോദിച്ചത് പെട്ടിക്ക് ഘനമുണ്ടോന്ന്. നിന്റെ വായിൽ എന്താണ്? സാർ അങ്ങോട്ട് പിടിച്ചു നോക്ക് കനുണ്ടോ. ഒറ്റ ആ ബട്ടൺ ഇടറോ. ഇപ്പൊ എങ്ങനെയാടാ? പതിവുണ്ടോ?
ബോംബിറ്റ വൈകിട്ട് യൂണിഫോം അഴിച്ച് ഹാങ്കർ തൂക്കി കഴിഞ്ഞ പിന്നെ ഒരു 4 എണ്ണം. That's none of your business. എന്താടാ സാറിന്റെ പടി നോക്ക് സാറേ. ആ പെട്ടി അങ്ങോട്ട് വെക്കടാ. ആ തുറക്ക്. എന്നാ നിനക്കാ. എനിക്ക് വേണ്ട. അങ്ങോട്ട് പിടിക്കടാ. എടാ കുപ്പിയാ, നല്ല മെക്സിക്കൻ ഡ്രിങ്ക്. മോന്തിട്ട് കയ്യെ നാരങ്ങ പിടിഞ്ഞതാക്കി. അതിന്റെ പേരെന്തുവാ? ഷക്കീലയല്ല, ഷക്കില. അതൊക്കെ നല്ല നിശ്ചയമാ. എന്റെ ഷാഹിനാമോള് ലാസ്റ്റ് മന്ത് ദുബായിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. നരിയങ്കളിന് തരാൻ. നീ കണ്ണൂരായിരുന്നത് കൊണ്ട് അവക്ക് നേരിട്ട് തരാൻ പറ്റിയില്ല. എന്നാടാ പിടിക്ക്. എനിക്ക് വേണ്ട. എന്ന് വെച്ചാ കുറച്ചു മുമ്പ് താഴെ സകല അവന്മാരുടെ മുമ്പിൽ വെച്ച് എന്റെ തന്തയ്ക്കും തരവഴിക്കും വിളിച്ചില്ലേ നിങ്ങൾ? ഞാനൊന്നും പറയുന്നില്ല. പതുക്കെ ഡിജിയാ, ഒന്ന് എടുത്തോട്ടെ. ഹലോ, ആ കൊട. സാർ ഷിഹാബുദ്ദീൻ. ഇല്ല സാർ, ചെവിക്ക് പിടിച്ചുകൊണ്ട് വന്ന് എന്റെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ട് ഞാൻ. അയ്യോ സാർ, അത് വേണ്ട. ഇദ്ദേഹം ഈ ലോ റാങ്കുള്ള ഓഫീസേഴ്സിനെ നേരിട്ട് വിളിച്ച് ചീത്ത പറയാന്നൊക്കെ വെച്ചാൽ അത് വേണ്ട സാർ. സാർ ഒരു ചീത്ത വിളിച്ചാൽ അവൻ 9 എണ്ണം തിരിച്ചു വിളിക്കും. നാക്കിന് മുട്ടിയില്ലാത്ത ഇനമാണ് സാർ. ഹീസ് ആൻ അൺകൂത്ത് റോക്ക്. സാർ 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 ബോധർ ചെയ്യണ്ട, ഞാൻ ടാക്കിൾ ചെയ്തോളാം സാർ. വിളിച്ചോളാം സാർ. ഓ, ഇതാണ് പറയുന്നത്. തലയ്ക്കകത്ത് കാറ്റോട്ടമില്ലാത്ത മറുഭാഷക്കാരന്മാരെ പിടിച്ച് സ്റ്റേറ്റ് പോലീസിന്റെ തലപ്പത്തോട് കെട്ടിവെക്കരുതെന്ന്. എടാ, ഏതെങ്കിലും ഒരു DG ഒരു AC-യെ നേരിട്ട് ചീത്ത വിളിച്ച ചരിത്രമുണ്ടോടാ കേരള പോലീസിലെ? അയ്യേ. ഇനി കുറച്ച് കഴിയുമ്പോ CM-ന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വിളി വരും. എന്താ സംഭവം, എന്ത് നടപടി എടുത്തു എന്നറിയാൻ. ഞാനെന്ത് പറയണം? അല്ല, എന്താ പറയേണ്ടത്? പിന്നെ അങ്ങനെ ഒരു പണിയില്ലേ? എന്താടാ? സാർ, CM-ന്റെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാമെന്ന്. നരി, നീ പൊത്ത് മേടിക്കും കേട്ടോ. ഇന്നാ കമ്പിളി കണ്ടം ജോസ്. എടാ, കാലത്ത് ഞാൻ ഫോണിൽ പറഞ്ഞില്ലേ മർഡർ കേസ്. നിന്റെ സ്പെഷ്യൽ അസൈൻമെന്റ് ഇൻവെസ്റ്റിഗേഷൻ നാളെ തന്നെ തുടങ്ങണം. കിട്ടാവുന്നത്ര ബാക്ക്ഗ്രൗണ്ട്സും കടലാസുകളും ഇതിലുണ്ട്. യു വിൽ റിപ്പോർട്ട് ടു മീ. നരി, ഒന്ന് നിന്നേടാ. എടാ, പാടുപെട്ട് കെട്ടിച്ചോന്നോണ്ട് വന്നല്ലേടാ ഞാന്. പാടുപെട്ട് കെട്ടിച്ചോന്നുകൊണ്ട് വന്നൊന്നുമല്ല. രാവിലെ മാഡം ഓർമ്മിച്ചെടുത്ത് പാക്ക് ചെയ്ത് പെട്ടിയിൽ വെച്ചു. സാറ് പോരാൻ നേരത്ത് മാഡം തന്നെ എടുത്ത് കാറിൽ വെച്ചു. മറക്കാതെ എടുത്തു തരാൻ ഡ്രൈവറെ പറഞ്ഞ് ഏൽപ്പിച്ചു. അതല്ലേ സത്യം? അപ്പൊ അവള് വിളിച്ചായിരുന്നു നിന്നെ? എന്റെ അറാം പറഞ്ഞോള്? ഇല്ല സർ, സാറിന്റെ അറാം പറഞ്ഞോളൂ, എന്റെ അറാം പറഞ്ഞോളൂ വിളിച്ചിരുന്നു. താങ്ക്സ്. എടാ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പ്രഭ എന്താ പരിപാടി? അവൾ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ ആരെങ്കിലും വിളിച്ചു പറയണോടാ സീനിയേഴ്സിനോട്? വേണ്ട സർ, ആണ്ടിൽ 4 പ്രാവശ്യം സ്ഥലം മാറ്റം കിട്ടുന്നതിന്റെ ഭാര്യയ്ക്ക് വക്കീൽ പണിയെന്നല്ല ഒരു പണിയും ഒഴുക്കില്ല. എടാ, ഇതെന്റെ തീരുമാനമല്ല, അവളുടെ തിരിച്ചറിവാണ്. ഷീ ഹാസ് ക്വിറ്റ്. ഒന്നുകിൽ എല്ലാം ചേർത്ത് എന്റെ സർവീസിന് ഡിസ്മിസ് ചെയ്യണം, അല്ലെങ്കിൽ അച്ഛനെ തീർത്ത പോലെ ആരെങ്കിലും പോകാൻ പറഞ്ഞ് എന്നെ അങ്ങ് തീർക്കണം. എന്നാലേ പാവം അവൾക്ക്. നിർത്തടാ, അറം പറ്റുന്ന വർത്താനം പറയും. എടാ, തോമസ് ആന്റണി, നിന്റെ പഴയ അവനായിരിക്കും ഈ കേസിൽ നിന്റെ ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. അവൻ നിന്നെ വിളിച്ചോളൂ. ഓരോരോ സാറിനെ പണിയെ രാത്രിയും കെട്ടുന്ന വിട്ടപ്പം ബാറ്ററി പോക്കാണ് സർ. ചവിട്ടിയേൽപ്പിച്ച് നോക്കി, എടുക്കുന്നില്ല. ആരാന്ന് വെച്ചാൽ നോക്കാൻ പറ. അതായത് വീട്ടിലെത്തിച്ചേ. ഓട്ടോ വിളിച്ചോ. എന്നാൽ കണ്ണൂരിൽ നിന്ന് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലല്ലോടാ നീ. എന്നെ പറ്റിയടാ സാർ. ആക്ച്വലി സാർ, ഐ മീൻ പുത്തൻ ബാറ്ററി കിടന്നായിരുന്നു സാറേ. ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തതിന് മുന്നേ നമ്മുടെ മറ്റേ DVSP സെബാസ്റ്റ്യൻ സാറ് അത് ഊരിയിട്ട് പുള്ളിയുടെ സ്വന്തം വണ്ടിയെ പിറ്റി. അത്രേ ഉള്ളൂ. നീ ഒരു പണി. എന്തോ? നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാർ അറിയില്ലേ? അയ്യോ സാറേ, എടാ, നോർത്തിലെ ഒമേഗ ബാറ്. നിനക്ക് ഓർമ്മയില്ലടാ? എടാ, തേരട്ട സഹദേവൻ, വ്യാജമദ്യം, പണ്ടൊരു 5-6 പേരുടെ കണ്ണുപോയ കേസ്. എടാ, അന്ന് നീ അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ 3-4 റിപ്പ് ഒടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കക്ഷി. ഓ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല.
സുലൈമാനെ സർ. നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക കൗണ്ടറിൽ സഹദേവന്റെ അളിയൻ മിസ്റ്റർ പുഷ്കരാശനെ കാണുക എന്നിട്ട് തോമസ് ആന്നി സാർ SP പറഞ്ഞിട്ടാന്ന് പറയുക അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി എടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ട് ഇട്ട് തരും നീ ചെല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇനി വേറെ വല്ലതും വേണോടാ? ഫോഗ് ലാമ്പോ ടയറോ ഓയിൽ ചേഞ്ചോ? ചൂല് എനിക്കൊരു പാറുകാരന്റെ ബാറ്ററി വേണ്ട, കോപ്പം വേണ്ട. സർക്കാർ വണ്ടിയാ, സർക്കാർ പണിച്ചോളൂ. സർക്കാർ പിന്നെ പുഴിങ്ങ അങ്ങ് തരും. എടാ നരി, ദേ നോക്ക്. എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനെ മുക്കാൽ വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടിൽ കിടന്ന് ഓടുന്നതേ ദേണ്ടേ ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ. എന്തിന്? എന്റെ ഈ സ്കോഡ ഓയില്, ഡീസല്, ഫിൽറ്റർ ചേഞ്ച്. എടാ എടുത്തിട്ട് 6 മാസമായി. ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല തോമസ് ആന്നി. എല്ലാം സ്പോൺസേഡ് ആടാ. എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ നോക്കിക്കൂടെ ഒന്ന് ഏർപ്പാടാക്കി കൊടുത്തൂടെ? എന്തോന്ന് സ്പോൺസർഷിപ്പ്? പിന്നെ ഒരു കാര്യം, ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപോടാ വിളി വേണ്ട. ഇന്നത്തെ നിലയ്ക്ക് AC നരേന്ദ്രനേക്കാൾ ഒരു പടി മുകളിലാണ് തോമസ് ആന്നി. SP. ആ മാനക്കേട് അടിയൻ അങ്ങ് സഹിച്ചു. അല്ല പിന്നെ എടാ നരി, അല്ല പിന്നെ ഇന്ന് ഓഫീസിൽ കയറണ്ട. നിന്നെ കണ്ടതല്ലേ, വാ കയറ്. നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം. നല്ല സ്മൂത്ത് റമ്മ് കിട്ടും. വേണ്ടെന്നേ, സാർ ഒരു റാങ്ക് മുകളിലല്ലേ, വിട്ടുവയ്ക്കോ. വാ കേറടാ. ഓസ് വേണ്ടെന്നേ. ഇല്ലടാ, നിന്റെ വീട്ടിലേക്കാ. നീ അവളെ വിളിച്ചു പറ നല്ല ചായ ഇട്ട് വെക്കാൻ. വാടാ കേറ്. ദി മോഡേൺ ലെഫ്റ്റ്, ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്, സമരവും ജീവിതവും. എന്താടി ഇവനെപ്പോഴും വലിയ സഖാവാ? കഷ്ടം. എന്നാലും എന്റെ പ്രഭേ, ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൊടുക്കുന്ന ചക്രം ഉണ്ടേല് തന്റെ ഈ തിന്നേല് 4 നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ. ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നിരിക്കേ. ദേ വരുന്നുണ്ട്. തോമാച്ചൻ നേരിട്ട് തന്നെ ചോദിച്ചാ മതി. ദേ കണ്ടില്ലേ, നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങളെല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ പറഞ്ഞതാ നരീനോട്, എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട്. അവന്മാര് കാട്ടിക്കേറി നല്ല 1-ാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ടു തരും. എന്നതാ വേണ്ടേന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിയിപ്പിച്ചിട്ടോടാന്ന്. ആര് കേക്കാൻ? ആ കള്ളത്തറി വെട്ടിക്കൊണ്ടുവന്ന് തന്റെ അമ്മായിയപ്പനില്ലേ ഉമ്മച്ചൻ കോണ്ടാക്ടർ, അത് ഞാനൊരു സപ്രപഞ്ചം പണിത് കൊടു. എനിക്കിതാ ഇവന്റെ ഇതേ ഇരുന്ന ഊരിറക്ക. സാറന്മാരാരും ഈ വഴിക്ക് വിരുന്ന് കയറണ്ട. നല്ല ചായ. ഒന്ന് പോടാ. ദേ പ്രഭേ, നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞിങ്ങോട്ട് വിടും. എടി ഇൻസ്റ്റാൾമെന്റുകാര് സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കുടച്ചക്രോ എന്നതാ വേണ്ടെന്ന് വെച്ചാ ഇറക്കിച്ച് പോവന്മാര്. സൗകര്യം ഉള്ളപ്പോ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ അടവടച്ചാ മതി. ഇനി ഇല്ലേ ഒട്ടടയ്ക്കുകയും വേണ്ട. നമ്മുടെ പിള്ളേരാടാ. തോമാച്ച, ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറ്റ എന്റെ മുറ്റത്ത് കാല് കുത്തിയാലുണ്ടല്ലോ, അവന്റെ നടുവ് ഞാൻ ചവിട്ടി പറിക്കും. ഒടിക്കോ പറിക്കോ എന്നാ ചെയ്യ്, നിന്റെ ഇഷ്ടം. ഇന്നാ പറവേ. ഹായ് തോമാച്ചാ. മോനെ, കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാച്ച കാണാൻ വന്നിരുന്നു കണ്ണൂര്. ഓർമ്മയുണ്ടോടാ മക്കളെ? ഇപ്പൊ അവസ്ഥയൊക്കെ മാറി, മച്ച് ബെറ്റർ ഇല്ലടാ. ഇവനെ ഇവിടെ ചേർത്തോ? നാഷണൽ പബ്ലിക് സ്കൂൾ നല്ല ഫസ്റ്റ് പള്ളിക്കൂടം. എടാ എന്ത് ആദർശം വേണേലും നീ പറഞ്ഞു, പക്ഷെ ഒരൊറ്റ കാര്യം, കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ അത് വെച്ച് നീ കളിക്കരുത്. ബട മക്കളെ, നമുക്ക് പോയേക്കാം. ഞാനും ഇനി ഞാൻ കൊണ്ടുപോവാ. ഡിന്നർ കൊടുത്ത് കുറുപ്പിന്റെ കൂടെ തിരിച്ചു വിട്ടേക്കാം. ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട, ഫുഡ് ഞാൻ കൊടുത്തയച്ചോളാം. വേണ്ട. അതെന്നാടാ? നീ ഇവനെ കൊണ്ട് വെക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഇന്ന് അത്താഴം അവിടെ നിന്റെ വീട്ടില്. ഓക്കേ, നമുക്ക് പോവാമേ. പിന്നെ നരി, നീ പോരുമ്പോ അയച്ചു തന്ന സാധനം അതും കൂടെ എടുത്ത് വണ്ടിയിലിട്ടേ. ഓക്കെ. എടാ മറ്റേ ഷക്കീല, നമുക്ക് നാരങ്ങാ നീര് പറ്റി നക്കാവടാ. എന്നാ? താങ്ക് യു. എടാ ദേ, ഇനി മാഡം വന്നിറങ്ങുമ്പോ അവര് വെയിറ്റ് ചെയ്യിച്ചു എന്ന് പറഞ്ഞ് ചുമ്മാ നീ ഒരുമാതിരി കണാവുണ വർത്താനം പറഞ്ഞേക്കരുത്. എത്തിയല്ലോ. ഗുഡ് ഈവനിങ് മാഡം. ഞാൻ തോമസ് ആന്നി, SP. ബാലു മുമ്പ് തൃശ്ശൂർ ഇരുന്നപ്പോ
അതേ SP ആയിരുന്നപ്പോ ഞാൻ പീച്ചി സർക്കിളാ. ഇടയ്ക്കിടയ്ക്ക് അതേ അവിടുന്ന് വിളിച്ചു പറയുമ്പോ ഞാൻ വെടിയേറിച്ചായിട്ട് വരുമായിരുന്നു വീട്ടിൽ. അയ്യോ. മാഡം, ഇത് നരേന്ദ്രൻ, AC-യാ. കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ. വരൂ. ടിപ്പിക്കൽ കേസ് ഓഫ് ഹിറ്റ് ആൻഡ് റൺ. അതല്ലാതെ വേറെ മരണകാരണമൊന്നും പറയാനില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ പോലീസ് റിപ്പോർട്ടിലും, അല്ലേ? അതെ അതെ. കണ്ടില്ലേ, ഇന്റാക്ട് ആയിട്ട് മുഖം മാത്രമേ ഉള്ളൂ. അതർവൈസ് ഈസ് എ കംപ്ലീറ്റ് മെസ്. ഒടിയാനും ചതയാനും ഇനി ഒന്നും ബാക്കിയില്ല. മാം പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഓ സർ, ദാ ഇവിടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. ദാ ഇവിടെ. അയ്യോ, എടാ മാഡത്തിന് 6 മണിക്കൂർ റിസപ്ഷൻ ഉണ്ട് അല്ലേ മാം? അതെ, ഇതിപ്പോ ഒരാഴ്ച കഴിഞ്ഞു. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കിട്ടുമ്പോ തന്നെ പഴകിയിട്ടുണ്ട്. നിങ്ങളുടെ പ്രൊസീജിയർ കഴിഞ്ഞെങ്കിൽ ഇനി റിലീസ് ചെയ്യാൻ വൈകിക്കണ്ട. മുസ്തഫ, സർ. ദാ ഈ പാട് ഇൻക്വസ്റ്റിൽ ഇത് എഴുതിയിട്ടുണ്ട്. സർ. ഡോക്ടർ ഒബ്സർവേഷനിൽ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും? നോ. റിപ്പോർട്ട് നിങ്ങളും വായിച്ചതല്ലേ? അതെ. എനിക്ക് ഒരു 5 മിനിറ്റ് ഡോക്ടറോട് സംസാരിക്കണം. എടാ, ഫേസിന്റെ ക്ലോസ് ഷോട്ട്സ്, എല്ലാ പോസിബിൾ ആംഗിൾസും, പിന്നെ ഫുൾ ബോഡി, സർ. ഇഞ്ച് ടു ഇഞ്ച്, എവറി മാർക്ക് ഇൻ ഡീറ്റെയിൽ. സർ. ഡോക്ടർ, പ്ലീസ് കം. പ്ലീസ് കം.